നമ്മുടെ ആലപ്പുഴക്കാർക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ഫിഷിംഗ് പോയിൻ്റ് എന്ന ചൂണ്ടക്കട ഒന്ന് റിനോവേഷൻ ചെയ്തിട്ട് ഒരടിപൊളി സെറ്റപ്പിലാക്കിയൊക്കെയാണ്. അതായത് നിങ്ങൾക്ക് ഇനി ഒരു സാധനത്തിന് വേണ്ടി, ഒരു സ്ലിംഗ് ഷോട്ടിൻ്റെ ആയിക്കോട്ടെ, കാസ്റ്റിങ്ങിൻ്റെ ആയിക്കോട്ടെ, ഒരു സാധനത്തിനും വേണ്ടി നിങ്ങൾക്ക് ഓൺലൈൻ തപ്പേണ്ടി വരത്തില്ല, എറണാകുളത്ത് പോകേണ്ടി വരത്തില്ല. എല്ലാം നിങ്ങളുടെ കാൽച്ചുവട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. പപ്പനാണ് ഇതിൻ്റെ മുതലാളി. പപ്പനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. 5 വർഷമായിട്ട് ഒരു ചെറിയ കട ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പപ്പനിപ്പോൾ 5 വർഷം കഴിഞ്ഞപ്പോൾ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത കടയാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. ആ കടയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഡയറക്ടർ നജീം കോയയാണ്. ബാക്കി എല്ലാ കുറേ യൂട്യൂബേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഉദ്ഘാടനം ഇവിടെ നടക്കുവാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലിയൊരു ആഗ്രഹമായിരുന്നെങ്കിൽ ചൂണ്ടക്കട തുടങ്ങണമെന്ന്. അത് മുന്നോടിയായിട്ട് 5 വർഷം മുമ്പ് ഇതേ കടമുറിയിൽ തന്നെ ഒരു ചെറിയ രീതിയിൽ തുടങ്ങി വെച്ച്, പക്ഷേ സത്യത്തിൽ ഒരു 5 വർഷം സത്യം പറഞ്ഞാൽ നല്ലൊരു എന്താ പറയുക, ഒരുപാട് നല്ല മൊമെൻറ്റ്സ് എൻജോയ് ചെയ്തിട്ടുണ്ട് ഞാൻ. കാരണം വേറൊന്നുമല്ല, ഒരുപാട് കൂട്ടുകാർ അത് മാത്രമല്ല ഇവിടെ വന്ന് തന്നെ ഒരുപാട് പേര് പരസ്പരം കൂട്ടായിട്ട് ഇപ്പോഴും പല രീതിയിൽ അവർ നല്ല ക്ലോസ് ആയിട്ട് പോകുന്ന ആൾക്കാർ. ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത്. 5 വർഷമായി സത്യത്തിൽ വളരെയധികം സന്തോഷമുള്ളൊരു മൂമെൻ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. നമ്മുടെ നജീമിക്കാണ് നമ്മുടെ ഇപ്പോൾ പരിപാടി. നജീം പോയ ഡയറക്ടറാണ് നമ്മുടെ 1000 ലേഡീസിൻ്റെയും 2 കൺട്രീസിൻ്റെയൊക്കെ. പുള്ളിയെ നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ് നമ്മുടെ എന്താ. ഈ കടയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന നറുക്കെടുപ്പ് മത്സരം തന്നെയാണ് ഇവിടെ. നിങ്ങൾ ഈ കടയിൽ നിന്ന് എന്ത് മേടിച്ചാലും, ഒരു ചെറിയ ചൂണ്ട മേടിച്ചാലും നിങ്ങൾക്ക് ആ നറുക്കെടുപ്പിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ആരും ഇത് മിസ് ചെയ്യരുത്. നിങ്ങൾ എല്ലാ ദിവസവും ഒരാഴ്ചത്തേക്ക് ഈ നറുക്കെടുപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കടയിൽ പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് അവരുടെ പുതിയ സംരംഭം വിജയിപ്പിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സംഭാവന പോലെ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് നിങ്ങൾ ആ നറുക്കെടുപ്പിൽ പങ്കെടുക്കുക. നിങ്ങൾക്ക് വലിയ വലിയ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ഡയറക്ടർ, അതായത് ഉദ്ഘാടനം ചെയ്ത ഡയറക്ടർ നജീം കോയെക്കുറിച്ചാണ്. പുള്ളിക്ക് ഭയങ്കര ശാരീരിക പ്രശ്നം, അതായത് പനിയൊക്കെ ഉണ്ടായിട്ടും പുള്ളി അതൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ കടയുടെ ഉദ്ഘാടനത്തിനിടെ ഏറ്റതുകൊണ്ട്, അതല്ലെങ്കിൽ പപ്പനുമായിട്ടുള്ള പേഴ്സണൽ ബന്ധം കൊണ്ടായിരിക്കാം, എന്തായാലും പുള്ളിക്കാരൻ്റെ ശാരീരിക പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പുള്ളി ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുകയും ഇതിൻ്റെ വലിയ ഒരു വിജയത്തിന് വേണ്ടി കൈകോർക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കൊരു പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്ന കാര്യം. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ജാടയൊക്കെ ഇട്ട് നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ പുള്ളിക്കാരനെ സംബന്ധിച്ച്, ഞാൻ പേഴ്സണലായിട്ട് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഭയങ്കര സിമ്പിളും ഹമ്പിളുമാണ്. പ്രകാശനം. അപ്പോൾ നമ്മുടെ ലോഗോ ഇനിയിപ്പോൾ എന്തായാലും ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടാണ് നമ്മൾ ചൂണ്ടക്കട. കാളാഞ്ചിയാണ് എല്ലാവർക്കും കാളാഞ്ചി കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. ഒത്തിരി മീൻ ഒത്തിരി സന്തോഷമാണ്. എന്തായാലും ലോഗോ പ്രകാശനം നമ്മുടെ ചൂണ്ടക്രേസിൽ ഇഷ്ടമാണ്. അളിയാ എവിടെ പോയാലും തീറ്റയുടെ വിചാരം മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് നോക്കളിയാ, അളിയാ നോക്കളിയാ.